السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين برضا الله أما بعد. ഞാൻ ആദരിക്കാൻ കടപ്പെട്ട ഗുരുനാഥന്മാർ, സ്നേഹധന്യരായ വിദ്യാർത്ഥികൾ, മറ്റു സന്നിഹിതരായ പ്രിയമുള്ളവരെ, സന്തോഷനിർഭരമായ ഈ വേദിയിൽ മുസ്ലിം ലോകം ശാസ്ത്രത്തിന് നൽകിയ സംഭാവനകൾ എന്ന പഠനാർഹമായ വിഷയത്തെ സംബന്ധിച്ച് നിങ്ങളുമായി സംവദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ശാസ്ത്രവും സാങ്കേതിക വിദ്യകളും ഉൾപ്പെടുന്ന വൈജ്ഞാനിക മേഖലകളിൽ സംഭാവന നൽകിയതിൻ്റെ സമ്പന്നമായ ചരിത്രമാണ് ഇസ്ലാമിനുള്ളത്. ചിന്തിക്കാനും വായിക്കാനും പഠിക്കാനുമുള്ള ഖുർആനിന്റെ ആഹ്വാനം ഉൾക്കൊണ്ട് മുസ്ലിംകൾ വിജ്ഞാനത്തിന്റെ വാഹകരായി ലോകം ചുറ്റി. ശാസ്ത്രലോകത്തിന് നിരവധി സംഭാവനകൾ നൽകി. 6-ാം നൂറ്റാണ്ട് മുതൽ 14-ാം നൂറ്റാണ്ട് വരെയുള്ള കാലമത്രയും ഇരുണ്ട കാലഘട്ടമെന്നായിരുന്നു ചരിത്ര ഗ്രന്ഥങ്ങളിൽ വിശേഷിപ്പിച്ചത്. എന്നാൽ അക്കാലത്ത് യൂറോപ്പിലായിരുന്നു പ്രധാനമായും അജ്ഞതയുടെ ഇരുട്ട് പരന്നിരുന്നത്. ആ ഇരുണ്ട കാലഘട്ടത്തിൽ വെളിച്ചം തെളിക്കാൻ അവിടെ എത്തിയത് മുസ്ലിംകളായിരുന്നു. അവിടുന്ന് അങ്ങോട്ടുള്ള 8-ാം നൂറ്റാണ്ട് മുതൽ 15-ാം നൂറ്റാണ്ട് വരെയുള്ള കാലമത്രയും വൈജ്ഞാനിക രംഗത്തെ ഇസ്ലാമിന്റെ സുവർണ കാലഘട്ടമായിട്ടാണ് അറിയപ്പെട്ടത്. യൂറോപ്യൻ നവോത്ഥാനത്തിന്റെ ശാസ്ത്രീയ സംഭാവനകൾ നൽകിയത് മുസ്ലിംകളാണ്. 15-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിനുണ്ടായ നവോത്ഥാനത്തിന് അവിടെ ഉത്തമ ശക്തിയായി വർത്തിച്ചത് കലാസാഹിത്യ വൈജ്ഞാനിക രംഗത്തുള്ള ഇസ്ലാമിന്റെ മുന്നേറ്റമായിരുന്നു. വിഖ്യാത ഓറിയന്റലിസ്റ്റ് ചരിത്രകാരൻ ഫിലിപ്പ് കെ ഹിറ്റി ദ മിസ്റ്ററി ഓഫ് അറബ്സ് എന്ന ഗ്രന്ഥത്തിൽ ഇതിലേക്ക് ധാരാളം സൂചനകൾ നൽകുന്നുണ്ട്. ബഗ്ദാദ്, കൈറോ, ഡമസ്കസ്, കൊർഡോബ എന്നിവിടങ്ങളിലെ പ്രതിഭകൾ പുരാതന ഈജിപ്ത്, മെസപ്പൊട്ടോമിയ, പേർഷ്യ, ഗ്രീസ്, ഇന്ത്യ, ചൈന എന്നിവിടങ്ങളിലെ വൈജ്ഞാനിക കൃതികൾ ഏറ്റെടുത്തു. നാം ഇന്ന് ആധുനിക ശാസ്ത്രം എന്ന് വിളിക്കുന്നതിനെയാണ് അന്ന് മുസ്ലിങ്ങൾ വികസിപ്പിച്ചെടുത്തത്. ആൽജിബ്ര അഥവാ ബീജഗണിതം, ട്രിഗ്നോമെട്രി അഥവാ ത്രികോണമിതി, രസതന്ത്രം, വൈദ്യശാസ്ത്രം, ജ്യോതിശാസ്ത്രം, എഞ്ചിനീയറിംഗ്, കൃഷി എന്നീ പുതിയ ശാസ്ത്രീയ ശാഖകൾ ഉയർന്നു വന്നു. ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ ഗ്രീക്ക് ജ്ഞാനത്തിന്റെ അക്ഷരങ്ങളായി മാറി. യൂറോപ്യൻ നവോത്ഥാനത്തിന്റെ ശാസ്ത്രീയ വിപ്ലവം രൂപപ്പെടുത്താൻ സഹായിച്ചത് മുസ്ലിംകളാണ്. ഇസ്ലാമിക മധ്യകാലഘട്ടത്തിലെ ശാസ്ത്രജ്ഞന്മാർ വളരെ ഉജ്ജ്വലമായി ആവിഷ്കരിച്ച ശാസ്ത്രീയ സർവത്രികമാണത്. മനുഷ്യരാശിയുടെ പൊതുഭാഷയായി പിന്നീട് അത് മാറുകയും ചെയ്തു. ആദ്യകാല ഇസ്ലാമിക കാലഘട്ടത്തിലാണ് രസതന്ത്രത്തിന്റെ സൈദ്ധാന്തിക ചട്ടക്കൂട്ടുകൾ സ്ഥാപിക്കപ്പെട്ടത്. സൾഫർ മെർക്കുറി സിദ്ധാന്തം, ടിയാനയുടെ സിർ അൽ ഗലീഗ സിദ്ധാന്തം എന്നിവ ജാബിർ ഇബ്നു ഹയ്യാന്റെ രചനകളിൽ നിന്നും നമുക്ക് കണ്ടെടുക്കാവുന്നതാണ്. 18-ാം നൂറ്റാണ്ട് വരെ ലോഹഘടനയുടെ സിദ്ധാന്തങ്ങളുടെ അടിസ്ഥാനമായി കണ്ടത് ജാബിർ ഇബ്നു ഹയ്യാന്റെ തിയറികളായിരുന്നു. ഐസക് ന്യൂട്ടൻ വരെയുള്ള ഓരോ പിൽക്കാല ആൽക്കമിസ്റ്റുകളും അവരുടെ കലയുടെ അടിസ്ഥാനമായി കണ്ട എമറാൾഡ് ടാബ്ലറ്റ് ആദ്യമായി കാണുന്നത് സിർ അൽ ഗലീഗയും ജാബിറിന്റെ കൃതികളിലുമാണ്. പ്രായോഗിക രസതന്ത്രത്തിൽ ജാബിറിന്റെയും പേർഷ്യൻ ആൽക്കമിസ്റ്റും ഫിസിഷ്യനുമായ അബൂബക്കർ അൽ റാസിയുടെയും രചനകളിൽ രാസപദാർത്ഥങ്ങളിൽ നിന്നുള്ള ആദ്യകാല വ്യവസ്ഥാപിത വർഗീകരണങ്ങൾ അടങ്ങിയതാണ്. ജൈവപദാർത്ഥങ്ങളിൽ നിന്നുള്ള അമോണിയം ക്ലോറൈഡ്, സൽ അമോണിയയുടെ സാമാന്യതയെക്കുറിച്ച് ജാബിർ വിവരിക്കുന്നുണ്ട്. അബൂബക്കർ അൽ റാസി അമോണിയം ക്ലോറൈഡ്, വിട്രിയം, മറ്റു ലാവണങ്ങൾ ചൂടാക്കി പരീക്ഷിച്ചത് പിന്നീട് ശാസ്ത്രജ്ഞന്മാർ മറ്റു ദത്ത് ആസിഡുകൾ കണ്ടെത്തുന്നതിലേക്ക് നയിച്ചു. 13-ാം നൂറ്റാണ്ടിൽ സിഡോ ഗാബർ പോലുള്ള ശാസ്ത്രജ്ഞന്മാരാണ് ഇതിലേക്ക് തിരിഞ്ഞത്. ഇസ്ലാമിക ശാസ്ത്ര രംഗത്ത് മറ്റൊരു പ്രധാന വിഷയമാണ് ജ്യോതിശാസ്ത്രം എന്നുള്ളത്. നമസ്കാരത്തിൽ നാം അഭിമുഖീകരിക്കേണ്ട ദിശയായ കിബിലയെ നിർണയിക്കാൻ പിൽക്കാല മുസ്ലിം ശാസ്ത്രജ്ഞന്മാർ ജ്യോതിശാസ്ത്രത്തെ ഉപയോഗിച്ചിരുന്നു. മനുഷ്യജീവിതത്തെ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ പ്രവചിക്കാനും യുദ്ധത്തിന് പുറപ്പെടുക, നഗരങ്ങൾ സ്ഥാപിക്കുക എന്നിങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക്
ഉജ്ജ്വലമായ സമയം തിരഞ്ഞെടുക്കുന്നതിനും ജ്യോതിഷം ഉപയോഗിച്ചിരുന്നു. പ്രഫുല്ലമായ ഇസ്ലാമിക നാഗരികതയുടെ വൈജ്ഞാനിക പ്രകാശങ്ങൾ ലോകത്തിന് വെളിച്ചം നൽകിയതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഞാൻ ഇതുവരെ നിങ്ങളുമായി പങ്കുവെച്ചത്. ആധുനിക ലോകക്രമണത്തിൽ ഒരു വൈജ്ഞാനിക സമൂഹം എന്ന നിലയിൽ മുസ്ലിം പ്രതിഭകളുടെ ശാസ്ത്രീയ സംഭാവനകൾ ലോകം ആവശ്യപ്പെടുന്നുണ്ട്. പുരാതന കണ്ടെത്തലുകളുടെയും മാത്രം വിലാസമല്ല ഇനി വേണ്ടത്. നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന വൈജ്ഞാനിക വികസനങ്ങൾ വരുന്ന ഈ പുതിയ കാലഘട്ടത്ത് മുസ്ലിം ശാസ്ത്രലോകത്ത് നിന്ന് തന്നെ പിറക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിട. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.